പുണ്യരാമായണ മാസപ്പുലരിയിൽ ശ്രീരാമ ഭഗവത് സന്നിധിയിലേക്ക് ഒരു തീർത്ഥയാത്രയാണ്. വനവാസകാലത്ത് ശ്രീരാമ ഭഗവാന്റെ സാന്നിധ്യം വിശ്വസിക്കുന്ന സങ്കേതമാണ് കോട്ടയം രാമപുരം ശ്രീരാമക്ഷേത്രം. മധ്യ കേരളത്തിലെ നാലമ്പല ദർശനത്തിന് പ്രസിദ്ധമായ ക്ഷേത്രസന്നിധി ഭക്തരെ വരവേൽക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ശ്രീരാമ ഭഗവാനെ ഭജിച്ച് മനസ്സും ശരീരവും ശുദ്ധീകരിക്കുന്ന പുണ്യരാമായണ മാസത്തിൽ ഭക്തരുടെ ആശ്രയ കേന്ദ്രമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം. കോട്ടയം ജില്ലയിലെ നാലമ്പല ദർശനത്തിന് പ്രസിദ്ധമായ ക്ഷേത്രം. ഇവിടെയെത്തി ശ്രീരാമ ഭഗവാനെ ദർശിച്ച് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനക്കര ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്നസ്വാമിയെയും ദർശിച്ച് തിരികെ ഈ ക്ഷേത്രസന്നിധിയിലെത്തി ശ്രീരാമ ഭഗവാനെ കണ്ടു തൊഴുത് ദർശന സായുജ്യം നേടുന്നതോടെ നാലമ്പല ദർശനം പൂർത്തിയാകും. കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ രാമപുരം പഞ്ചായത്തിലാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ദശരഥപുത്ര ഭഗവാന്മാരുടെ 4 ക്ഷേത്രങ്ങൾക്കും 1000 വർഷത്തിലധികം പഴക്കമുണ്ട്. തൃശൂർ, എറണാകുളം ജില്ലകളിലെ നാലമ്പലങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ കോട്ടയത്തെ രാമപുരം പഞ്ചായത്തിലാണ്. കുറഞ്ഞ സമയത്തിൽ 4 ക്ഷേത്രങ്ങളിലേക്കും എത്താമെന്ന സൗകര്യവുമുണ്ട്. ശ്രീരാമ ഭഗവാന്റെ ജീവിതവുമായി ഏറെ അടുത്ത ഐതിഹ്യമാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനുള്ളത്. ശ്രീരാമസ്വാമി പണ്ട് വനവാസകാലത്ത് സീതയുമായി പോയ സ്ഥലങ്ങളിലൂടെയൊക്കെ സീതാപരിത്യാഗത്തിന് ശേഷം തനിയെ സഞ്ചരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടന്ന് അവസാനം ഈ ഗ്രാമത്തിലെത്തുകയും ഈ ഗ്രാമത്തിൻ്റെ ഭംഗി കണ്ട് ഇവിടെ ധ്യാനനിരതനായിരിക്കുകയും ചെയ്തു എന്നാണ് ഒരു ഐതിഹ്യം. അപ്പോൾ അദ്ദേഹത്തിനെ കാണാഞ്ഞിട്ട് സഹോദരന്മാരായ ലക്ഷ്മണ, ഭരത, ശത്രുഘ്ന സ്വാമികൾ ഇവിടെ വരികയും അയോധ്യയിലേക്ക് തിരിച്ച് പോകാനായിട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. അപ്പോൾ അവരോട് പറഞ്ഞു, ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, നിങ്ങൾ അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിൽ പോയി ധ്യാനിച്ചിരിക്കാൻ പറയുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ രാമപുരം എന്നുള്ള പേര് ഈ ഗ്രാമത്തിന് കിട്ടുകയും മറ്റേ ലക്ഷ്മണ സ്വാമി ഇരുന്ന സ്ഥലത്ത് കൂടപ്പലെന്നും ഭരതസ്വാമി ഇരുന്ന സ്ഥലത്ത് അമനകര എന്നും പിന്നെ ശത്രുഘ്നസ്വാമി ഇരുന്ന സ്ഥലത്ത് മേതിരി എന്നും ഉള്ള ഈ 4 ഗ്രാമങ്ങൾ ഉണ്ടാവുകയും അവിടെ ക്ഷേത്രങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. അപ്പോൾ അദ്ദേഹം ഈ 4 സഹോദരന്മാരെയും നടന്ന് സന്ദർശിച്ച് തിരിച്ചിവിടെ വന്നിരുന്നു. അപ്പോൾ അതാണ് ഒരു സൈക്കിൾ പോലെ ഭക്തജനങ്ങൾ ആചരിച്ചു പോകുന്നവർ. ചതുർബാഹു മഹാവിഷ്ണുവായി കുടികൊള്ളുന്ന വിഷ്ണുവിന്റെ സപ്താവതാരമായ ശ്രീരാമസ്വാമിയാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കൂടാതെ ഉപദേവതകളായി ശിവൻ, പാർവതി, ഗണപതി, ശാസ്താവ്, സുബ്രഹ്മണ്യൻ, സീതാദേവി, ഹനുമാൻ, ഭദ്രകാളി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ്, യക്ഷി എന്നിവരും കുടികൊള്ളുന്നു. അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ നിരവധി ഭക്തർ മുൻ വർഷങ്ങളിൽ നാലമ്പല ദർശനത്തിനായി രാമപുരത്തേക്ക് എത്തിയിരുന്നു. വലിയ ഭക്തജനത്തിരക്ക് ഇത്തവണയും പ്രതീക്ഷിക്കുന്നു. എല്ലാ വർഷത്തേക്കാളും കൂടുതൽ ഭക്തജനങ്ങളെയാണ് വർഷം പ്രതീക്ഷിക്കുന്നത്. കാരണം കഴിഞ്ഞ വർഷം മുതൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു തുടങ്ങി. അപ്പോൾ അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ മെഡിക്കൽ ഫെസിലിറ്റി, പോലീസ് അവരുടെ സഹായങ്ങളുണ്ട്. ദശരഥപുത്ര ഭഗവാന്മാരുടെ ദർശനം പുണ്യരാമായണ മാസത്തിൽ ഭക്തർക്ക് നൽകുന്ന ആത്മീയ നിർവൃതി, ശാന്തി, സമാധാനമെല്ലാം വാക്കുകൾക്ക് അതീതമാണ്. ക്യാമറമാൻ ഹരികൃഷ്ണൻ കരിപ്പാടിനൊപ്പം മിഥുൻ മുരളി, ജനം, കോട്ടയം.